നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 65ാം പിറന്നാൾ. പതാക ഉയർത്തിയും പ്രതിജ്ഞയെടുത്തും നാടെങ്ങും വിവിധ പരിപാടികൾ. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് കവർച്ച. വൃദ്ധ സഹോദരിമാരെ കത്തി കാണിച്ച് മോഷ്ടാക്കൾ കവർന്നത് 15 പവൻ. സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതിയുമായി കയ്പമംഗലം. സ്വതന്ത്ര റിപ്പബ്ലിക്കിലെ പ്രഥമ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണന്റെ സ്മരണയിൽ തീരദേശം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 65ാമത് റിപ്പബ്ലിക് ദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KPCC അംഗം PA മുഹമ്മദ് അലി പതാക ഉയർത്തി. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മണി ഉല്ലാസ്, KK ഉമ, അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ചന്ദ്രാപ്പിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ചന്ദ്രാപ്പിന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജയ് വയനപ്പിള്ളി ദേശീയ പതാക ഉയർത്തി. AK ജമാൽ, PD സജീവ്, ഉമറുൽ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി പതാക ഉയർത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KR സുഭാഷ്, കൗൺസിലർമാരായ OL ജോസഫ്, VG ഉണ്ണികൃഷ്ണൻ, PG നൈജി, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കോരിക്കുഴി ബാബുൽ ഉലൂം സ്കൂളിൽ പ്രധാനാധ്യാപകൻ KU സുബ്രഹ്മണ്യൻ ദേശീയ പതാക ഉയർത്തി. NC രവി മാസ്റ്റർ, PTA കമ്മിറ്റി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. मातृभूमि का तन मन सारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा का संजय बोलो भारत माता की जय बोलो भारत माता की जय सबल राष्ट्र है दे हमारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा. മൗലാന അബുൽ കലാം ആസാദ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലത്ത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. മുഖ്യ രക്ഷാധികാരി KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. പ്രസിഡന്റ് ബക്കർ പള്ളിപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KV കുഞ്ഞുമുഹമ്മദ്, PK റാസിഖ്, PMS അബ്ദീൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാധാ വേലായുധൻ പതാക ഉയർത്തി. PK റാസിഖ്, KV മനോഹരൻ, PT രാമചന്ദ്രൻ, KV കണ്ണൻ, KN സുബി എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് അനിത ബാബു ദേശീയ പതാക ഉയർത്തി. സമസ്ത കേരള സുന്നി ബാലവേദി മതിലകം റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ബാലറാലി സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്നാരംഭിച്ച റാലി 3 പീടികയിൽ സമാപിച്ചു. മതിലകം റേഞ്ച് പ്രസിഡന്റ് KK സിദ്ദിഖ് ഫൈസി, മുഹമ്മദ് റാഫി അൻവരി, മുസ്തഫ മൗലവി, മുഹമ്മദ് ഫൈസി, TK മൊയ്തു മൗലവി, സ്വാലിഹ് വാഫി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. നമുക്ക് പാടാം ഒന്നായി മൂന്ന് പീടികയിൽ നടന്ന സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികൾ അണിനിരന്ന ബാല ഇന്ത്യ, ദേശീയോദ്ഗ്രഥന ഗാനം, പ്രതിജ്ഞ, പതാക ഉയർത്തൽ എന്നിവ നടന്നു. സുരക്ഷിത ഇന്ത്യ ഈ കൈകളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉനൈസ് ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. AV അബൂബക്കർ മുസ്ലിയാർ, ആഷിഫ് മൂന്ന് പീടിക, ഇസ്ഹാഖ് മഹ്ലറ, ഷംസുദ്ദീൻ മഹ്ലറ എന്നിവർ പ്രസംഗിച്ചു. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മതിൽകെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും തങ്ങളുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ
സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പാർട്ടിയുടെ കൊടിയുടെ വർണ്ണം നോക്കിക്കൊണ്ട് പരസ്പരം സമൂഹ മധ്യത്തിൽ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് പരസ്പരം തമ്മിൽ തല്ലി മരിച്ചുകൊണ്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാംഗം KP ധനപാലൻ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹികമായ പെൻഷൻ പദ്ധതികൾ ആരംഭിച്ചു. ഇവിടെ പെൻഷൻ കിട്ടാത്തവരായി ആരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ പെൻഷൻ കിട്ടാത്തവരായി ആരും ഉണ്ടാകില്ല. എല്ലാ രംഗത്തും ഇന്ന് പെൻഷൻ പദ്ധതികളുണ്ട്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വേതനമുണ്ട്. നമ്മുടെ സാമൂഹികമായി സംഘടിതമായ തൊഴിലാളികളുള്ള എല്ലാ മേഖലകളിലും പെൻഷനുണ്ട്. കർഷക തൊഴിലാളി പെൻഷനുണ്ട്, ചുമട്ടുതൊഴിലാളി പെൻഷനുണ്ട്, കയർ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കൈത്തറി തൊഴിലാളി, ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും പെൻഷൻ. അതുകൂടാതെയാണ് ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അഗതികളുടെ പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, കുഷ്ഠരോഗികൾക്കുള്ള പെൻഷൻ, ക്ഷീര കർഷകർക്കുള്ള പെൻഷൻ, സാധാരണ കർഷകർക്കുള്ള പെൻഷൻ, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാമൂഹികമായി പെൻഷൻ സമ്പ്രദായം മാറി മാറി വന്ന കേരളത്തിലെ ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് പെൻഷൻ കിട്ടുകയും ചെയ്തു. ആരംഭിക്കുമ്പോൾ വളരെ തുച്ഛമായ 100 രൂപ തുടങ്ങിയ പെൻഷനുണ്ട്. ഇപ്പോൾ അതെല്ലാം വർദ്ധിച്ച് ഇപ്പോൾ ഇന്നലെ ബഡ്ജറ്റ് വിനിയാണ് എല്ലാ പെൻഷനുകളും ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വർധനമുണ്ടാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഓരോ പഞ്ചായത്ത് മെമ്പർമാരും പുതിയതായിട്ട് വരുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറയുമ്പോൾ ഞാനും പ്രധാനമൊക്കെ MLA-മാരാകുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പഞ്ചായത്ത് മെമ്പർമാരാണ്. കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകളാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ എപ്പോഴും ബന്ധപ്പെടുക. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബൾബ് പോയ ഉടനെ പഞ്ചായത്ത് മെമ്പർക്കെതിരെ അപ്പോൾ ആളുകൾ പറയും. പിന്നെ 2 ദിവസമായാലും കാണാണ്ട് എങ്ങനെ പറയും, അവരുടെ വരാറേ ഇല്ലെന്ന് പറയും. ഈ ഭാഗത്തൂടെ വരാറില്ലെന്ന് പറയും. റോഡിന് എന്തെങ്കിലും പ്രശ്നം പറ്റി പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ടതാവില്ലെന്ന്, പക്ഷെ പഞ്ചായത്ത് മെമ്പറോടാണ് ചോദിക്കുന്നത്. പഞ്ചായത്ത് മെമ്പറിനാണെങ്കിൽ ഒരു പഞ്ചായത്തിന് പരിമിതമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഫണ്ടുണ്ടാകും. ആ ഫണ്ടിലെ ഒരു വിഹിതമായിരിക്കും പഞ്ചായത്ത് മെമ്പറുണ്ട്. അത് തന്നെ പഞ്ചായത്ത് മെമ്പർ എവിടെ കൊടുക്കണം തീരുമാനിക്കുമ്പോൾ കൊടുത്ത സ്ഥലത്ത് നിന്ന് കൊടുക്കാത്ത സ്ഥലത്തുള്ള ആൾക്കാരോട് എഴുതണം. കൊടുത്തവർ ചിലപ്പോൾ അതിന് വിമർശകരാവും. പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് TN പ്രതാപൻ MLA പെൻഷൻ അനുവാദ പത്രം വിതരണം നടത്തി. 10 വർഷം MLA ആയ സന്ദർഭത്തിൽ മാത്രമല്ല അതിനു മുൻപും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കയ്പമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തും കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തും കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചന്ദ്രാപിനി ഗവൺമെന്റിന്റെ സ്കൂളിലും ചാമക്കാല ഗവൺമെന്റ് സ്കൂളിലുമൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി വന്നിരുന്ന കാലം മുതൽ ഇങ്ങോട്ട് യുവജന വിദ്യാർത്ഥി രംഗത്തായാലും സംഘടനാ രംഗത്തുമായി പ്രവർത്തിക്കുന്ന കാലം മുതൽ രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറത്തായി സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ ഇരിക്കുന്നവരാണ് ഇരിക്കുന്ന മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ആഹ്ലാദവും ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മണി ഉല്ലാസ്, ജാൻസി റാഫേൽ, CJ ജോഷി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, MG ചന്ദ്രൻ, മറ്റു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാക്കൾ വൃദ്ധ സഹോദരിമാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നു. മേത്തല TKS പുരം ചാലക്കുളത്ത് നെടുമ്പറമ്പിൽ സദാശിവന്റെ ഭാര്യ ഗിരിജ, സഹോദരി ഗംഗ എന്നിവരാണ് കവർച്ചയ്ക്കിരയായത്. 15 പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവം. വീടിന്റെ അടുക്കള വശത്തെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാക്കൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണം കവരുകയായിരുന്നു.
കത്തികൊണ്ട് ഗിരിജയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘമാണ് മോഷണം നടത്തിയത്. കിടപ്പുമുറികളിലെ അലമാരകളും മേശയും വലിച്ചു വാരിയിട്ട മോഷ്ടാക്കൾ ഗിരിജയുടെയും ഗംഗയുടെയും ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും കവർന്നു. ഇവരിൽ നിന്നും തട്ടിയെടുത്ത മൊബൈൽ ഫോൺ വീടിന് പുറത്ത് എറിഞ്ഞു തകർത്ത നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ SFI നേതാവിനെ ആക്രമിച്ചു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കോട്ടപ്പുറം സ്വദേശി ചിറക്കൽ ഇല്ലത്ത് റസാക്കിനെയാണ് ഒരു സംഘം ആക്രമിച്ചത്. ശനിയാഴ്ച രാത്രി 10:30യോടെയായിരുന്നു സംഭവം. കോട്ടപ്പുറം മേനക തിയേറ്റർ പരിസരത്ത് വെച്ചാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത്. തലയ്ക്ക് പരിക്കേറ്റ റസാക്കിനെ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ BJP-കാരാണെന്ന് CPM നേതൃത്വം ആരോപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.